നഷ്ടങ്ങളും നേട്ടങ്ങളും നിറഞ്ഞ വർഷമാണ് 2024. പുതുവർഷത്തെ വരവേൽക്കുമ്പോൾ പോയ വർഷം എങ്ങനെയുണ്ടെന്ന് നമുക്ക് ഓരോരുത്തരോടും ചോദിച്ചറിയാം. ചേച്ചി, പോയ വർഷം എങ്ങനെയുണ്ടായിരുന്നു? പോയ വർഷം കുഴപ്പമില്ലായിരുന്നു. 50-50 എന്ന് പറയാം. കുറച്ച് നല്ലതായിരുന്നു, കുറച്ച് കൊള്ളിലായിരുന്നു. ചേച്ചി, പോയ വർഷം എങ്ങനെയുണ്ടായിരുന്നു? കുഴപ്പമില്ലായിരുന്നു. പകുതി നല്ലതും ചീത്തയുണ്ടായി. ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നേതാ? ഏറ്റവും കൂടുതൽ സാമ്പത്തിക മേഖല മോശം. അഞ്ചേട്ടാ, പോയ വർഷം എങ്ങനെയുണ്ടായിരുന്നു? പോയ വർഷം എന്നെ സംബന്ധിച്ച് വ്യക്തിപരമായിട്ടൊരു ഒരു മോശം വർഷമായിട്ടാണ് എനിക്ക് തോന്നിയത്. എനിക്ക് എൻ്റെ ജീവിതത്തിൽ പ്രധാനപ്പെട്ട ഒരു നഷ്ടം ഉണ്ട്. എൻ്റെ ഫാദർ പെട്ടെന്ന് മരിച്ചു പോയ വർഷമാണ്. പിന്നെ നമ്മുടെ നാടിനെ സംബന്ധിച്ചാണെങ്കിലും വലിയ ദുരന്തങ്ങളുടെ ദുഃഖങ്ങളുടെയൊക്കെ ഒരു വർഷമാണ്. നമ്മുടെ വയനാട് ദുരന്തം, 400-ലധികം ആളുകൾ മരിച്ചിട്ട് പോയി. അങ്ങനെ ഒരു ദുഃഖങ്ങളും ദുരന്തങ്ങളൊക്കെ നിറഞ്ഞിരുന്നൊരു വർഷമായിട്ടാണ് എനിക്കിത് തോന്നിയിട്ടുള്ളത്. എങ്ങനെയുണ്ടായിരുന്നു 2024? കുഴപ്പമില്ല. പ്രത്യേകിച്ച് വലിയ സംഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ന്യൂട്രലായിട്ടുള്ള കാര്യങ്ങളൊക്കെ പോയത്. അതെ, 2024 എങ്ങനെയുണ്ടാവും? 2024 എനിക്കെന്താ പറഞ്ഞാൽ 3/4 ഭാഗം നല്ലതും 1/4 ഭാഗം മോശമായിട്ടുള്ളൊരു രീതി എന്ന് പറയാം. പിന്നെ ഏറ്റവും സന്തോഷമായിട്ടുള്ള എൻ്റെ ജീവിതത്തിൽ എനിക്കൊരു ആദ്യമായിട്ടൊരു ജോലി കിട്ടിയുള്ളതാണ് 2024 ഏറ്റവും സന്തോഷമായിട്ടുള്ളൊരു സംഭവം. പിന്നെ ഒരു ജൂൺ ജൂലൈ കഴിഞ്ഞിട്ട് എന്തൊക്കെ കുറേ വിഷമങ്ങളുള്ള ഒരു സിറ്റുവേഷൻസ് ആയിരുന്നു. അതുകൊണ്ട് ഒരു 50-50 പറയാം. അഞ്ചനെ, എങ്ങനെയുണ്ടായിരുന്നു 2024? 2024 എനിക്ക് വളരെ മോശപ്പെട്ടൊരു വർഷമായിരുന്നു. കുറേ ബാഡ് ഇൻസിഡൻസ് ഉണ്ടായിട്ടുണ്ട്. ഭയങ്കര മോശമായിരുന്നു. അത്ര സുഖം ഉണ്ടായിരുന്നില്ല. ചേട്ടാ, 2024 എങ്ങനെയുണ്ടായിരുന്നു? എന്നെ സംബന്ധിച്ച് വളരെ നല്ലൊരു വർഷമായിരുന്നു. അത് ജോലിപരമായിട്ടും ഫാമിലിപരമായിട്ടും എല്ലാം എനിക്ക് നല്ലൊരു വർഷമായിരുന്നു. ചേട്ടാ, എങ്ങനെയുണ്ടായിരുന്നു 2024? വളരെ നല്ലൊരു വർഷം. പ്രത്യേകിച്ച് നഷ്ടങ്ങളും ഇല്ല ലാഭങ്ങളും ഇല്ലാത്തൊരു ന്യൂട്രലായിട്ടൊരു വർഷം. ചേച്ചി, എങ്ങനെയുണ്ടായിരുന്നു 2024? എങ്ങനെയുണ്ടായിരുന്നു? ഇത് പറയണം. മൊത്തത്തിൽ വലിയ സുഖമില്ലാത്തൊരു വർഷമായിരുന്നു. അത്രയുണ്ട്. ചേട്ടാ, എങ്ങനെയുണ്ടായിരുന്നു 2024? 2024 വലിയ കുഴപ്പമില്ലാതെ പോയ വർഷമാണ്. കുറച്ച് കാര്യങ്ങൾ കൂടെ മെച്ചപ്പെടാനുണ്ടെന്ന് തോന്നുന്നുണ്ട്. എന്തായാലും 2025 എന്ന് പറയുമ്പോൾ വലിയ പ്രതീക്ഷയോടെ നമ്മൾ കാണുന്നു. വലിയ മെച്ചപ്പെട്ട് തന്നെ മുന്നോട്ട് പോകാൻ കഴിയുമെന്നാണ് പ്രതീക്ഷ. രമേശ് ചേട്ടാ, എങ്ങനെയുണ്ടായിരുന്നു 2024? 2024 ബെറ്റർ അല്ലേ? പിന്നെ ഭാഗ്യങ്ങളുടെ ഘോഷയാത്രയായിരുന്നു. പിന്നെയും ഞാൻ 2025 ബെറ്റർ ആവുന്നു, ഇതിലും വലിയ ബെറ്റർ ആക്കണം എന്ന് പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഇരിക്കുന്നത്. 2024 എല്ലാ വർഷം പോലെ തന്നെ സന്തോഷവും ഉണ്ടായിരുന്നു, സങ്കടവും ഉണ്ടായിരുന്നു. സന്തോഷമുള്ളതെന്ന് പറഞ്ഞാൽ കല്യാണം കഴിഞ്ഞ വർഷമായിരുന്നു 2024 എന്ന് പറഞ്ഞത്. അതുപോലെ തന്നെ 2024 കേരള വിഷന്റെ കൂടെ ഒരു ഭാഗമാകാൻ തന്നെ കൂടെ ഉണ്ടായിരുന്നു. ചേച്ചി, എങ്ങനെയുണ്ട് 2024 ഇതുപോലെ തന്നെ എല്ലാ വർഷം പോലെ തന്നെ അങ്ങനെ പോയി. പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും എൻ്റെ ലൈഫിൽ വന്നിട്ടില്ല. 2025 ഇതുപോലെ അടിപൊളിയായിട്ട് പ്രത്യേകിച്ച് പ്ലാനിങ് ഒന്നുമില്ല. ഇതുപോലെയൊക്കെ തന്നെ ഞങ്ങൾ പോകണം. ചേട്ടാ, എങ്ങനെയുണ്ടായിരുന്നു 2024? 2024 എന്ന് പറയുന്നത് എൻ്റെ പല ആഗ്രഹങ്ങളും ഞാൻ എത്രയോ കാലമായി ആഗ്രഹിച്ച പലതും നടക്കപ്പെടാൻ തുടങ്ങിയൊരു വർഷമാണ്. അതുപോലെ തന്നെ ഞാൻ പുതിയതായി പലതും പഠിച്ചു. പഴയ കുറേ കാര്യങ്ങൾ, ഞാൻ എൻ്റെ മനസ്സിൽ ഉറപ്പിച്ചു വെച്ച കാര്യങ്ങളൊക്കെ തെറ്റായിരുന്നു എന്ന് പഠിച്ച വർഷമാണ്. ഞാൻ സ്വയം തിരുത്തപ്പെട്ട വർഷമാണ്. അതാണ് പ്രധാനമായും എനിക്ക് 2024 ഒരുപാട് നഷ്ടങ്ങൾ എൻ്റെ ഉള്ളിൽ സംഭവിച്ചിട്ടുണ്ട്. പുറമേ ചിലപ്പോൾ അത് കാണില്ലെങ്കിലും നഷ്ടങ്ങൾ ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. എന്നാൽ അതിനനുസരിച്ച് എനിക്ക് ആ നഷ്ടങ്ങളിൽ നിന്ന് നേട്ടങ്ങൾ ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു വർഷം കൂടിയാണ് 2024. 2025 അത്തരത്തിൽ തന്നെയായിരിക്കും. ധാരാളം പഠിക്കാനുണ്ടാവും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ചേച്ചി, എങ്ങനെയുണ്ടായിരുന്നു 2024 പറയുകയാണെങ്കിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു വർഷമായിരുന്നു. വിചാരിച്ച കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റി. ഇനി 2025 എങ്ങനെ ഉണ്ടാവും കാണാം. ചേച്ചി, എങ്ങനെയുണ്ടായിരുന്നു 2024? 2024 പ്രത്യേകിച്ച് എടുത്ത് പറയാൻ പറ്റിയ കാര്യങ്ങളൊന്നുമില്ല. എന്താ പറയാ, നല്ലതും ഉണ്ടായിരുന്നു, മോശവും ഉണ്ടായിരുന്നു. ഈ 2025
കൂടുതൽ പ്രതീക്ഷയോടെ കാത്തിരുന്നു. അതിശേ എങ്ങനെ ഉണ്ടായിരുന്നു 2024? 2024 ഫസ്റ്റ് ഹാഫ് കൊള്ളാം, സെക്കൻഡ് ഹാഫ് ട്രാജഡി ട്വിസ്റ്റ് കുഴപ്പമില്ല, അങ്ങനെ പോകണം. എന്താണ് 2025 പ്രതീക്ഷ? പ്രതീക്ഷ ഒരുപാട് പ്രതീക്ഷയായിട്ടില്ല നടക്കുന്നത്. അപ്പൊ 2024 പോലെ ആവരുത് 2025 എന്നൊരു പ്രതീക്ഷയാണ്. എങ്ങനെ ഉണ്ടായിരുന്നു 2024 അടിപൊളിയായിരുന്നു. 2024 ഏറ്റവും അടിപൊളിയായത് ഞാൻ കേരള വിഷയിൽ എനിക്ക് വരാൻ പറ്റി, ജോലി കിട്ടി. അതായിരുന്നു ഏറ്റവും അടിപൊളിയായിട്ടുള്ള 2024 മെമ്മറി. ഇപ്പം 2025 കിടക്കാണ്. അടിപൊളിയാണെന്ന് വിചാരിക്കുന്നു, അടിപൊളിയാവട്ടെ. ചേച്ചി എങ്ങനെ ഉണ്ടായിരുന്നു 2024 എന്നെ സംബന്ധിച്ചിടത്തോളം കുറേ എൻ്റെ ഒരു ഡിഫറെൻറ്റ് ഫേസ് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. എന്താ പറയുക, നല്ലതും ഉണ്ട്, അതുപോലെ ചീത്ത കുറേ സംഭവങ്ങളും. 2025 കടക്കുന്നുണ്ട്, കുറേ ഹോപ്പ് ഉണ്ട്, നടന്നാൽ മതി. ഓക്കെ ചേട്ടാ എങ്ങനെ ഉണ്ടായിരുന്നു 2024? 2024 പൊതുവെ മെച്ചപ്പെട്ട ഒരു വർഷം എന്ന് പറയാൻ കഴിയില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരുപാട് പ്രതീക്ഷകൾ ഉണ്ടായിരുന്നിട്ടും ആ വർഷം കടന്നുപോയത് വളരെ നമ്മുടെ ഉരുൾപൊട്ടൽ ദുരന്തമാണെങ്കിലും വളരെ ശോകമുഖമായൊരു അന്തരീക്ഷത്തിലൂടെയാണ്. പുതിയൊരു വർഷത്തിൽ വളരെ വലിയ പ്രതീക്ഷകളുണ്ട്. അപ്പോൾ ആ ഒരു പ്രതീക്ഷയായിട്ടാണ് ഈ വർഷത്തിൽ നമ്മൾ കടന്നു പോകുന്നത്. അതുകൊണ്ട് അത്ര മെച്ചപ്പെട്ട വർഷമൊന്നും പറയാൻ പറ്റില്ല. കാരണം കോവിഡിനെയൊക്കെ അവധി ജീവിച്ചെങ്കിലും ഈ വർഷം അത്ര മെച്ചപ്പെട്ടതാണെന്ന് നമുക്ക് പറയാൻ കഴിയില്ല.